1800-കളിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു വാച്ച് മേക്കർ ആയിരുന്നു ഫീനിയാസ് കുംബി. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന മോഡേൺ മാനിഫെസ്റ്റേഷന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. കാരണം ഇദ്ദേഹമാണ് ആ ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ചിന്തയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ള കോൺസെപ്റ്റ്. അതിന് ന്യൂ തോട്ട് മൂവ്മെന്റ് എന്നാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് അന്ന് ആരും ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് ഈ ആശയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത് വാലസ് വാറ്റിൽസ് എന്നറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായിരുന്നു. ഡിസിപ്ലിൻ, പെർസിസ്റ്റൻസ്, എഫിഷ്യൻസി, ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാലസ് വാറ്റിൽസ് തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇവരാരും മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല. ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ആശയങ്ങളായിരുന്നു സത്യത്തിൽ ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ 1937 പുറത്തിറങ്ങിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന നെപ്പോളിയൻ ഹില്ലിന്റെ ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷന് ഇത്തരത്തിലുള്ളൊരു മാജിക്കൽ പരിവേഷം കൊണ്ടുവരുന്നത്. പക്ഷേ നെപ്പോളിയൻ ഹിൽ പോലും ഇതിനെ ഒരു സ്യൂഡോ സയൻസിന്റെ നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഓട്ടോ സജഷൻ, അതായത് നമ്മൾ നമ്മളോട് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്ത് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു രീതി. രണ്ടാമത്തേത് സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിയുറച്ചു കിടക്കുന്ന വിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന രീതി. മൂന്നാമത്തേത് ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള വിഷ്വലൈസേഷൻ എന്ന മാർഗമാണ്. അദ്ദേഹമാണ് ആദ്യമായി നമ്മുടെ ആഗ്രഹങ്ങളെ ചിത്രരൂപത്തിലാക്കി കൂടുതൽ മനസ്സിൽ പതിപ്പിക്കുന്ന വിഷ്വലൈസേഷൻ എന്ന മാർഗം പ്രചാരത്തിലാക്കിയത്. എന്നാൽ ഇന്ന് കാണുന്ന മാനിഫെസ്റ്റേഷൻ വിപ്ലവം, ഏത് മൂലയിൽ തിരിഞ്ഞാലും മാനിഫെസ്റ്റേഷൻ കോച്ച്മാർ, ഇന്റർനെറ്റ് മുഴുവൻ മാനിഫെസ്റ്റേഷന്റെ അതിപ്രസരം, ഇതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് 2006 പുറത്തിറങ്ങിയ ദ സീക്രട്ട് എന്ന് പറയുന്ന റോണ്ട ബൈണിന്റെ ഒരു ബുക്കിൽ നിന്നാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വിളിക്കുന്ന യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നു, യൂണിവേഴ്സ് നമ്മുടെ ഫ്രീക്വൻസികളോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ദ സീക്രട്ട് എന്ന് പറയുന്ന ആ ബുക്കിലാണ്. നമ്മുടെ ചിന്തകളിൽ നിന്ന് ഫ്രീക്വൻസികൾ പുറത്തേക്ക് വരുന്നുവെന്നും ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് യൂണിവേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മളോട് പ്രതികരിക്കുന്നു എന്നുമാണ് ആ ബുക്കിൽ റോണ്ട ബൈൺ പ്രതിപാദിച്ചത്. മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ടെങ്കിലും ആദ്യമായിട്ട് ആരാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് മാനിഫെസ്റ്റേഷൻ ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ചരിത്രം വളരെ കാലം മുമ്പേ തുടങ്ങി. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പേ ഈജിപ്തിൽ ടാ എന്ന് പറയുന്ന ഒരു ദൈവത്തെ അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം ടാ എന്ന് പറയുന്ന ദൈവത്തിന്റെ ചിന്തയിൽ നിന്നാണ് ഈ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അങ്ങനെ നോക്കിയാൽ മാനിഫെസ്റ്റേഷന്റെ ഒരു ഫസ്റ്റ് എലമെന്റ് ആദ്യമായിട്ട് പറഞ്ഞത് ടാ എന്ന് പറയുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ഈജിപ്തുകാരായിരുന്നിരിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസയർ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതായിരിക്കും നിങ്ങൾ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഒരു പരാമർശമുണ്ട്. അങ്ങനെ നോക്കിയാൽ ഭാരതീയർക്കുമുണ്ട് ഈ കാര്യത്തിൽ ചെറിയൊരു പങ്ക്. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ചരിത്രം. ഈ നാൾ വഴികളിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാനിഫെസ്റ്റേഷനിൽ മാജിക് ഇല്ല. ഈ മാജിക്കൽ സ്വഭാവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സത്യത്തിൽ മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആണ്. അതിന് ശാസ്ത്രീയമായ ചില അടിത്തറകൾ ഉണ്ട് താനും. അതിലൊന്ന് വിഷ്വലൈസേഷൻ നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും, നമ്മുടെ പ്രവർത്തനക്ഷമത കൂട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തേത് പ്ലാസിബോ ഇഫക്റ്റ്. നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു മരുന്ന് കഴിച്ചാലോ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലോ പലപ്പോഴും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് പ്ലാസിബോ ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് അറ്റൻഷൻ ബയാസ് ആണ്. അതായത് നമ്മുടെ ശ്രദ്ധ എന്തിലാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് നമ്മുടെ ബ്രെയിൻ കൂടുതലായി കണ്ടെത്തി തരും. വിജയത്തിൽ ശ്രദ്ധയൂന്നി പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ വിജയത്തിനുള്ള അവസരങ്ങൾ ബ്രെയിൻ കണ്ടെത്തി തരും. പരാജയത്തെക്കുറിച്ചുള്ള പേടിയോടുകൂടി പ്രവർത്തിച്ചാൽ പരാജയത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും ബ്രെയിൻ കണ്ടെത്തി തരും. ചുരുക്കി പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായി തന്നെ മാനിഫെസ്റ്റേഷൻ സാധിക്കും. അതിലെ ഈ മാജിക്കൽ എലമെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തി കൃത്യമായ പരിശ്രമത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മാനിഫെസ്റ്റേഷൻ സാധിക്കുന്നതിന് പരിത്രണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നുള്ളൂ.